മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ദിവസമാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുന്നത് KPCC ഓഫീസിന്റെ മുന്നിലാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ധാരാളം ആൾക്കാർ ഈ ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. UDF ഭരണത്തിലെത്തുമോ എന്നുള്ള ആകാംക്ഷയോടുകൂടി തന്നെ ഇവിടെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം 10 വർഷമായിട്ട് പ്രതിപക്ഷത്തായിരുന്നു. ഒരു പുതിയ പ്രതീക്ഷയുമായിട്ടാണ് പല ഭാഗത്തുനിന്നും ആൾക്കാർ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ആകാംക്ഷയോടെ ഉദ്യോഗജനകമായ രീതിയിൽ ആൾക്കാർ ഇത് നോക്കി സ്ക്രീനിൽ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലീഡ് മാറി പറയുന്നതും ഒക്കെ. അപ്പം അത് ആ ഒരു കാഴ്ചയിലേക്കാണ് ഞങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നത്. ഇവിടുത്തെ പ്രതികരണങ്ങളും ഒക്കെ തുടർന്ന് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഹോട്ടലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതെ വലിയ ആവേശത്തിൽ തന്നെയാണ് ചിറയൻകീഴിന്റെ സഹപ്രവർത്തകരും ഞങ്ങൾ ഒറ്റക്കെട്ട UDF തന്നെയാണ് ചിറയൻകീഴ് ഇത്തവണ. അതിലൊരു മാറ്റമില്ല. ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ കാരണം ഒരു വലിയ മാറ്റത്തിനായിട്ട് ചിറയൻകീഴ് തയ്യാറെടുത്തു, ജനങ്ങൾ തയ്യാറെടുത്തു. UDFന്റെ ഞങ്ങളെ സഹപ്രവർത്തകർക്ക് ഞങ്ങൾക്ക് ആ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട ആ ഒരു ഉത്തരവാദിത്തമായിരുന്നു. ഞങ്ങളത് നിർവഹിച്ചു. ജനങ്ങളും ഞങ്ങളോടൊപ്പം ചേർന്നു. UDF എത്ര സീറ്റ് നേടി അധികാരത്തിൽ വരും? കാരണം നമ്മൾ നോക്കൂ, ട്രെൻഡ് അനുസരിച്ച് 100-ലധികം സീറ്റിലേക്ക് എത്തുന്നുള്ള ഒരു ട്രെൻഡാണ് ഇപ്പോൾ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉറപ്പായിട്ടും UDFന്റെ കൈകളിൽ ഏൽപ്പിക്കാൻ ജനങ്ങൾ തയ്യാറെടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉറപ്പായും ജയിക്കും. പോസ്റ്റൽ ബാലറ്റ് ഇതാണ് അവസ്ഥയെങ്കിൽ 100 കടക്കും. ഒരു സംശയം വേണ്ട. ഉറപ്പാണ്. നിലവിലുള്ള ഗവൺമെന്റിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് തന്നെയാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും. ഉറപ്പായും തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാധാരണഗതിയിൽ ആദ്യമായി വോട്ടെണ്ണുന്ന സമയത്തെല്ലാം പോസ്റ്റൽ വോട്ടും സർക്കാർ ഉദ്യോഗസ്ഥരുടെ വോട്ടെണ്ണലും ഒക്കെയാണ്. പലപ്പോഴും കോൺഗ്രസ് പാർട്ടി ആ സാഹചര്യങ്ങൾ പിന്നിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ തന്നെ ഈ ട്രെൻഡ് തന്നെ കാണിക്കുന്നത് കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരുമെന്നാണ്. ഉറപ്പായിട്ടും 100-ലധികം സീറ്റുകളോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടത് ദുർഭരണത്തിനെതിരെയുള്ള വലിയൊരു ജനവിധി 1 മണിക്കൂറിനകത്ത് ഇവിടെ ബോധ്യമാവും. പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. മറ്റുള്ള സ്റ്റേറ്റുകളിൽ പശ്ചിമബംഗാൾ, തമിഴ്നാട്, അവിടെയെല്ലാം ഇന്ത്യ സഖ്യം, കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുന്ന സഖ്യം വൻ വിജയത്തിലേക്ക് എത്തിച്ചേരും. വലിയൊരു അടി ജനങ്ങൾ ഭരിക്കുന്ന പിണറായി വിജയൻ അത് ജനങ്ങളെ മറന്നുകൊണ്ട്, ജനങ്ങളുടെ ആഗ്രഹങ്ങൾ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടികൾക്ക് അല്ലെങ്കിൽ സംവിധാനങ്ങൾക്കെതിരെയുള്ള ജനവിധിയായിട്ട് മാത്രമാണ് കണ്ടാൽ. ഈ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ വരും. 10 വർഷം അവർ ഭരിച്ച് നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കി കൈ തന്നില്ലേ? അവരുടെ പാർട്ടിയിലുള്ള സ്ത്രീകൾ പോലും പിണറായിയെ ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഞങ്ങളുടെ വോട്ട്, സാധാരണക്കാരായ ജനങ്ങളുടെ വോട്ട് എണ്ണുമ്പോൾ UDF അധികാരത്തിലെത്തും. അപ്പോൾ അതങ്ങോട്ട് മാറി വരും. നമ്മളെ EVM-ലെ എണ്ണുന്ന സമയത്ത് നമ്മൾ കുറെ കൂടെ ലീഡ് നല്ല ഹൈ ആയിട്ട് കയറി വരും. 90-ന് മുകളിൽ സീറ്റ് നേടി UDF അധികാരത്തിൽ വരും. 100%. ജനങ്ങളുടെ മനസ്സിൽ പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് ഇറക്കണം എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞു. ഭരണമാറ്റം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടതാണ്. ആ ജനവികാരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് UDF തീർച്ചയായും അധികാരത്തിൽ വരും. യാതൊരു സംശയമാണ്. 100% UDF അധികാരത്തിൽ വരും. വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. ഉറപ്പാണ്. 100% ഉറപ്പാണ്. ഐക്യജനാധിപത്യ മുന്നണി വിജയം സുനിശ്ചിതമാകും. തീർച്ചയായിട്ടും. പോസ്റ്റൽ വോട്ട് ഇനിയിപ്പോൾ ആദ്യം LDF ആയിരുന്നു മുന്നിൽ, ഇപ്പം മാറി പറഞ്ഞു വരുന്നുണ്ട്. അത് സർക്കാർ ജീവനക്കാരുടെ വോട്ടുകൾ ശരിക്കും ഒരു പൊളിറ്റിക്കൽ ബാർഗൈനിങ് ആയി നടക്കുമ്പോൾ അത് എപ്പോഴും ഇടതുപക്ഷത്തിന് അനുകൂലമായിരിക്കും. പക്ഷേ പോസ്റ്റൽ വോട്ട് മൊത്തം എണ്ണിക്കഴിയുമ്പോൾ അത് UDFന് അനുകൂലമായി മാറും. ഐക്യജനാധിപത്യ മുന്നണിക്കും അനുകൂലമായി മാറും. അടുത്ത ഭരണം UDFന്റെ UDF അധികാരത്തിൽ വരും. 100%. ഇതൊന്നുമല്ല, ഞങ്ങൾ 100-ന് മുകളിൽ പോകും. ഞങ്ങളെ സ്ട്രോങ് ആയ ഒരു ഗവൺമെന്റ് UDFന്റെ നേതൃത്വത്തിലുണ്ടാകും. എന്താണ് അങ്ങനെ ആത്മവിശ്വാസം പറയാൻ കാരണം? ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഭരണവിരുദ്ധത തന്നെയാണ്. ഏതുതരം ജനങ്ങളാണ് ഈ 10 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു വിഭാഗം ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ട്? അത് തന്നെയാണ് നമ്മുടെ മെയിൻ. പിന്നെ ഞങ്ങളുടെ പ്രവർത്തനം, ഞങ്ങളുടെ ഒത്തൊരുമയോടുകൂടിയുള്ള നമ്മുടെ സ്ഥാനാർത്ഥിമാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും യോജിച്ചുള്ള പ്രവർത്തനം. UDF എന്തായാലും തിരിച്ചു വരും. 100% വരും. 100-ൽ കൂടുതൽ സീറ്റ് പിടിക്കും. ഇത് ഞങ്ങളുടെ ഭരണമാണ്. നല്ലൊരു ഭരണമായിരിക്കും കാഴ്ചവെക്കുന്നത്. നല്ലൊരു തിരിച്ചുവരവാണ് UDF നേതൃത്വം നടത്താൻ പോകുന്നത്. എത്ര സീറ്റ് കിട്ടും? എന്തായാലും ഒരു 90 സീറ്റിലധികം ഉറപ്പായിട്ട്. എന്താണ് അതിനെപ്പറ്റി പറയുന്നത്? മുന്നോട്ട് തന്നെ പോവും. അത് കുറയില്ല. മുന്നോട്ട് തന്നെ പോവും. UDF ജയിക്കും. എത്ര സീറ്റ്? 79. പ്രതിഫലനാണ് ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, 100 സീറ്റ് തന്നെ ജയിക്കുമെന്നാണ് ഇപ്പോഴത്തെ ഒരു
ആത്മവിശ്വാസം ഉറപ്പാണ്. ഇപ്പൊ തന്നെ 70 മുകളിൽ പോയി. പോസ്റ്റൽ വോട്ടിൽ തന്നെ നമുക്ക് രാവിലെ ഇപ്പൊ നല്ല ലീഡിംഗ് ആണ് ഇപ്പൊ തന്നെ എല്ലാ വർഷത്തിൽ നിന്ന് കാണാൻ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് 100% ഉറപ്പാണ്. UDF 100 കടക്കും ഉറപ്പ്. EVM എണ്ണി കഴിയുമ്പോഴത്തേക്ക് ഇത് മാറും. ഇത് പോസ്റ്റൽ ബാലറ്റാണ്. ആ പോസ്റ്റൽ ബാലറ്റിൽ ഇങ്ങനെ എല്ലായ്പ്പോഴും LDF ആയിരിക്കും മുന്നിൽ വരുന്നത്. അപ്പോൾ അത് മറികടക്കാൻ UDF കഴിയും. എത്ര സീറ്റ് കിട്ടി? 100-അടുപ്പിച്ച് സീറ്റുകൾ 100 കടക്കാനാണ് സാധ്യത. എന്താണ് ഇങ്ങനെ എത്ര ആലോചിച്ചത് പറയുന്നത്? ജനം UDF അനുകൂലമാണ്. ഈ പിണറായി വിജയൻ സർക്കാർ ഈ നാട്ടിൽ നിന്ന് പോകണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. ആ ആവശ്യത്തിനനുസരിച്ചാണ് അവർ വോട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ പ്രതിഫലനം EVM എണ്ണി കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഈ ചിത്രം മാറും. ഒരു സംശയം.